நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല സാറെന്താ സ്വപ്നം കണ്ടത്? ഞാൻ വീട്ടിലെന്തോ അപകടം സംഭവിച്ചു. അങ്ങനെയൊക്കെ കാണും ഡോക്ടറെ. വീടെപ്പോഴും നമ്മുടെ മനസ്സിലല്ലേ. പിന്നെ ഡോക്ടർ സാറിനെ പോലെ മനസ്സിൽ നന്മ മാത്രം ഉള്ള ഒരാൾക്ക് ജയിലും ഇവിടത്തെ സാഹചര്യങ്ങളുമായി പെട്ടെന്നൊന്നും പൊരുത്തപ്പെടാനാവില്ല. തിരികെ വീട്ടിലെത്താനായി ചങ്കിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും. അതെ, നമുക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കാൻ മൊബൈൽ ഫോൺ പോലും തരത്തില്ല. അതൊക്കെ രാഷ്ട്രീയ തടവുകാർക്ക്, രാഷ്ട്രീയ കൊലപാതകികൾക്ക്. ഫോണിന് ഫോണ്, കുപ്പിക്ക് കുപ്പി, കഞ്ചാവിന് കഞ്ചാവ്, എന്തിന് പരോളിന് പരോള്, സുഖ ചികിത്സ എന്തിന് ജയിലിൽ സ്വന്തമായിട്ട് അടുക്കള വരെ കിട്ടും. അതെ. നിരഞ്ജൻ സാറേ, എന്താ സാറേ, സാറൊന്ന് സൂപ്രണ്ട് സാറിന്റെ റൂമിൽ വരെ വരണം. ഒരു പ്രശ്നമുണ്ട്. എന്താ എന്താ പ്രശ്നം? പറയാം, സാർ വാ. എന്താണ് കാര്യം? അറിഞ്ഞൂടാ. ചേട്ടാ, എന്താ മർഡർ കേസ് പ്രതിയാ. ഇവനൊരു ശ്വാസം മുട്ടല്, ശ്വാസം ഒട്ടും എടുക്കാൻ പറ്റുന്നില്ല. നാളെ പൂജപ്പുരയിലേക്ക് മാറ്റേണ്ടതാ. സാറൊന്ന് നോക്കാമോ? ഞാൻ നോക്കട്ടെ. കുഴപ്പ CPR നൽകി നോക്കാം. ഭാഗ്യം, കൃത്രിമ ശ്വാസം കൊടുക്കാതെ തന്നെ ശ്വാസം തിരിച്ചു കിട്ടി. ഇനി പേടിക്കാനില്ല. എങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റുന്നത് തന്നെ നല്ലത്. അവരുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടാവുമല്ലോ. അല്ല സാറേ, സത്യത്തിലേ ഒന്ന് മാറിയേ. സത്യത്തിലേ ഈ GPR എന്ന് പറഞ്ഞാൽ എന്തുവാ? GPR അല്ല, CPR, കാർഡിയോ പൾമോണറി റെസിസിറ്റേഷൻ എന്ന ഫുൾ ഫോം. എല്ലാവരും പഠിച്ചു വെക്കേണ്ട കാര്യം അത്. ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റും. അച്ഛനാണ് ഇവിടെ പിന്നോട്ടില്ല അല്ലേ ശരത്തേട്ടാ? ആ, ഉടുമ്പ് പിടിച്ച പോലെ ഒരേ നിപ്പ, കാശ് കിട്ടിയേ പറ്റത്തുള്ളൂ പറഞ്ഞു. നിന്ന നിപ്പിൽ അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവാത്ത. നിന്ന് നിപ്പിലല്ലോ, ഇതൊക്കെ ഒരു പ്ലാനിങ് അല്ലേ? നല്ല ഒന്നാം തരം സ്കെച്ചിങ്. ആരുടെ? പിന്നെ ആരാന്ന് ചോദിച്ചോണ്ട് വരരുത്. എന്റെ മുന്നിൽ പൊട്ടി കളിക്കുന്ന ഒരു പരിധിയുണ്ട്. ഒരു മനുഷ്യന് വിഡ്ഢിയാവും, ഇത്രയാവരുത്. ശരത്തേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്കൊന്നും മനസ്സിലാവാത്തോണ്ടല്ലേ? അല്ലെങ്കിൽ നിനക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഇത് അവരുടെ ദേവികേടത്തിന്റെ തന്ത്രമാ. നമ്മുടെ കല്യാണം നടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നീട്ടി വെപ്പിക്കാൻ. നിരഞ്ജൻ ഡോക്ടർ ജയിലിലല്ലേ? അപ്പൊ പൈസക്ക് ആവശ്യമുണ്ട്, അതാ ചോദിച്ചെന്ന് അമ്മ പറഞ്ഞു. നിന്റെ അമ്മ പിന്നെ അങ്ങനെയല്ലേ പറയൂ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള അക്ഷര മേഡത്തിനും ഡോക്ടർ ജയശങ്കറിനൊക്കെയാണോ കേസ് നടത്താൻ കാശില്ലാത്തത്? നിന്റെ അച്ഛൻ അതൊക്കെ ഒരു മറയാക്കുന്നതാ, അല്ലെങ്കിൽ ദേവിക പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിനക്കൊരു കാര്യം അറിയാവൂ? എന്താ? അന്ന് വാക്കത്തി എടുത്തുകൊണ്ട് നിന്നെ മുത്തശ്ശി ഓടിച്ച എന്തിനാ? അതാണ് ദേവികയുടെ ബുദ്ധി. ആരും കാണാത്ത അവളുടെ പ്ലാനിങ്. മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ച, അല്ലെങ്കിൽ എനിക്കോ നിനക്കോ എന്തെങ്കിലും സംഭവിച്ച നമ്മുടെ കല്യാണം നീണ്ടുപോകത്തില്ലേ? നിന്റെ കഴുത്തിൽ താലി വീഴരുത്. നീ കെട്ടാൻ മങ്കയായി വീട്ടിൽ തന്നെ നിൽക്കണം. അതാ അവർ ഉദ്ദേശം. നമ്മുടെ കല്യാണം തീരുമാനിച്ച മുതല് അവരിത് തന്നെയല്ലേ ശ്രമിച്ചോണ്ടിരിക്കുന്നത്? അന്ന് മുതല് നീറി പുകയല്ലേ അവര്? അതെ. പിന്നെ നിന്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ ഞാൻ തന്നു വിട്ടില്ലേ? അതോടെ കണ്ടപ്പോ അവർക്ക് മനസ്സിലായി ശരത്തിന്റെ വാക്ക് വെറും വാക്കല്ല, കയ്യിൽ പൈസയൊക്കെ ഉണ്ടെന്ന്. അതെങ്ങനെയും വാങ്ങിച്ചെടുക്കാനുള്ള തന്ത്രമായതെല്ലാം. നമ്മൾ ഇനി എന്ത് ചെയ്യും ശരത്തേട്ടന്? അത് പറ.
എന്തോ ചെയ്യാന്, ആരുടെയും തന്ത്രത്തിൽ ശരത്ത് വീഴില്ല. ഞാൻ നിരഞ്ജൻ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ടോ? ഇല്ല. സ്വന്തം മകളുടെ കഴുത്തിൽ താലി വീഴുന്നതാണോ അതോ ആ നിരഞ്ജൻ ഡോക്ടറെ കടം വിട്ടുന്നതാണോ നിന്റെ അച്ഛന് മുഖ്യം? നിന്റെ അച്ഛൻ തീരുമാനിക്കട്ടെ. ശരത്തേട്ടൻ ഈ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിന്നാ മതി. ബാക്കി ഞാൻ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചോളാം. കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ പണം കൊടുക്കാമല്ലോ. പിന്നെ അല്ലാതെ കല്യാണം നടക്കും, പണം കൊടുക്കുകയും ചെയ്യും. അത് മാറ്റമില്ലാത്ത കാര്യമല്ലേ നിത്യക്കുട്ടി? നമ്മുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ആ ദേവിക ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചാ പോരാ. ദൂരെ എവിടെയെങ്കിലും ഉള്ള ഒരു ഭ്രാന്താശുപത്രിയിലേക്ക്, മധുര രാമേശ്വരം റൂട്ടിലെ ഏർവാടി പോലുള്ള ഒരു സ്ഥലത്ത്. അവിടെ ആവുമ്പോ മരുന്നും പ്രാർത്ഥനയൊക്കെ ആയി ചങ്ങലം കിരിക്കാൻ ഇരുന്നോളൂ. ശരത്തേട്ടൻ ഒരു സ്ഥലം കണ്ടുപിടിക്ക, നമുക്ക് ആ വഴിക്ക് തന്നെ നീങ്ങാം. അല്ല, പക്ഷെ നമ്മളായിട്ട് നീങ്ങിയാലേ അത് നടക്കില്ല. നാട്ടുകാരിളകണം. ഈ മുറ്റത്ത് നാട്ടുകാർ കൂടണം. ദേവികെ അവര് തന്നെ കയ്യും കാലും കെട്ടി വായൊരു തുണിയും തിരികെ വണ്ടിയെ കയറ്റണം. അല്ല, അതിനുള്ള പണി നമുക്ക് ഉണ്ടാക്കാം. നീ സിന്ധകിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു? ഫോണിലൊന്ന് സൂചിപ്പിച്ചായിരുന്നു. നേരിൽ കണ്ട് വിശദമായിട്ട് പറയാം. ഊഫ്, എന്റെ പൊന്നു നിത്യേ, പണ്ടേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കരുത്. പാഴാക്കി കളയുന്ന ഓരോ നിമിഷത്തിനും പലിശയായി 10,000 നിമിഷം കൊടുക്കേണ്ടി വരുമെന്ന്. അടുത്ത ദിവസം തന്നെ നേരിൽ കാണാൻ ശരത്തേട്ടാ. ആ ദേവികയെ ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കണം. അതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്. എന്റെ ദേവിക ആ പനങ്കൊല മുടിയൊക്കെ കഴുത്തട്ടം വെട്ടി, ഭ്രാന്ത് ആശുപത്രിയിലെ വെള്ള കുപ്പായൊക്കെ ഇട്ട്, കാലിൽ കട്ടിയുള്ള ഇരുമ്പ് തളയും ചങ്ങലയൊക്കെ കിലുക്കി തിളക്കം പറ്റി ഉണ്ടക്കണ്ണുകളായിട്ടിരിക്കുന്നു ഓർത്തു നോക്കിയേ. യാതൊരു പ്രതീക്ഷയില്ലാതെ ചാവാൻ കൊതിച്ചു. ഓർത്തിട്ട് എന്നെ മനസ്സിന് വല്ലാത്തൊരു സുഖം ശരത്തേട്ടാ. ഇത് നടക്കണം. ഇത് നടത്തിയിരിക്കും. മോളെ, ഇതെന്തോ പറ്റി? വെള്ളം എടുക്കാൻ മറന്നോ? അയ്യോ, ഞാൻ അങ്ങോട്ടേക്ക് വന്നേനല്ലോ അമ്മേ. ഇങ്ങോട്ടേക്ക് ഇതും കൊണ്ട് വരണ്ടായിരുന്നു. പിന്നെ ഞാൻ കിലോമീറ്ററുകൾ താണ്ടിയല്ലേ വെള്ളമായിട്ട് വന്നത്. മരുമോക്ക് ഇത്തിരി വെള്ളം കൊടുത്തു കരുതി അമ്മായിയമ്മയുടെ അന്തസ് ഇടിഞ്ഞു പോകത്തൊന്നുമില്ല. അതിനിപ്പോ ഞാൻ മരുമോളല്ലല്ലോ, മോളല്ലേ? അതെ, എന്താ സംശയം? വയസ്സാം കാലത്ത് എന്നെ നോക്കേണ്ട മോള്. അതിപ്പോ എന്റെ വയസ്സാം കാലത്തോ അതോ ഈ പാറക്കുട്ടിയുടെ വയസ്സാം കാലത്തോ? അല്ല, ആളിപ്പോഴും ഭയങ്കര സുന്ദരിയാണേ. ഇടി നിന്നെ ഞാനുള്ളത് തന്നെയാ പറഞ്ഞേ. ഇനി ഒരു സ്റ്റൈൽ ആൻഡ് വിഗ് കൂടി വയ്പ്പിച്ച് അച്ഛനെയും കൂടി നമുക്കൊന്ന് യങ് ആക്കി എടുക്കണം. ഓവ് പറഞ്ഞാ മതി. അച്ഛൻ്റെ കിട്ടും നല്ല ഒന്നാന്തരം കിഴക്ക്. ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാനും ഞങ്ങള് കൂടുതൽ ചെറുപ്പമാവാനും അങ്ങനെ ഞങ്ങളുടെ ആയുസ് കൂടാനും ഒരൊറ്റ മാർഗേ ഉള്ളൂ, ഒറ്റ മരുന്നേ ഉള്ളൂ. മോളുടെ കല്യാണം. അമ്മേ, സിദ്ധാർത്ഥൻ മുന്നോട്ട് വെച്ച ആലോചന മോള് സമ്മതിക്കണം.